അധിപതിയോടുകൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ നിന്റെ മുമ്പിലിരിക്കുന്നവൻ ആരെന്ന് കരുതിക്കൊള്ളുക. അത് വളരെ രസകരമായ ഒരു ഫ്രൈസാണ്. സദൃശ്യവാക്യങ്ങൾ 23 ഭക്ഷണത്തിനിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഭക്ഷണമല്ലേ നമ്മൾ നോക്കുന്നത്. പക്ഷേ ഒരു അധിപതിയോടുകൂടെ ഇരിക്കുമ്പോൾ നീ അവനെ ആരാണെന്ന് കരുതിക്കൊള്ളുക. ഉദാഹരണത്തിന്, നല്ല പഠിപ്പുള്ളവരാണ് മിക്കവാറും ഉദ്യോഗസ്ഥന്മാർ. ഭരണാധിപന്മാർ പഠിപ്പുള്ളവരാകണമെന്നില്ല. രാജാക്കന്മാർ പാരമ്പര്യമനുസരിച്ച് രാജാവാകുന്നവര്, ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയക്കാർ ഒരുപക്ഷെ പഠിപ്പില്ലാത്തവരായിരിക്കാം. ഉദ്യോഗസ്ഥനെ പോലെ IAS IPS ഡിഗ്രിയോ ഡോക്ടറേറ്റോ ഇല്ലായിരിക്കാം. പക്ഷേ അതുകൊണ്ട് അവർ മണ്ടന്മാരാണെന്ന് വരുന്നില്ല. അവർ കഴിവുണ്ട്, അതുകൊണ്ടാണ് അവർ ആ പൊസിഷനിൽ എത്തിയത്. അനുഭവ ജ്ഞാനമുണ്ട്, പ്രായോഗിക ബുദ്ധിയുണ്ട്. അതുകൊണ്ട് അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അടുത്ത വചനം ഇതാണ്: നീ ഭോജനപ്രിയനാകുന്നെങ്കിൽ നിന്റെ തൊണ്ടയ്ക്കൊരു കത്തി വെച്ചുകൊള്ളുക. അവന്റെ സ്വാദു ഭോജനങ്ങളെ കൊതിക്കരുത്, അവ വഞ്ചിക്കുന്ന ഭോജനമല്ലോ. അതായത് പലതരം വിഭവങ്ങളൊക്കെ കാണും, അതെല്ലാം ആക്രാന്തം പിടിച്ച് കിട്ടിയ അവസരമല്ലേ എന്ന് പറഞ്ഞ് തിന്നരുത്. 1 മാസത്തിനുള്ളിൽ അവൻ വേറെ ആളെ വെക്കും, നിന്നെ വേറെ പൊസിഷനിലോട്ട് മാറ്റും. അവന്റെ റൈറ്റ് ഹാൻഡായിട്ട് അവൻ നിന്നെ വെക്കണമെങ്കിൽ നീ സംസാരത്തിൽ സൂക്ഷിക്കണം. അവൻ പലതും ഇട്ടുതരും, പരിജ്ഞാനത്തോടെ സംസാരിക്കണം. വിടുവായനാകരുത്, അവനേക്കാൾ ജ്ഞാനിയാണെന്നുള്ള രീതിയിൽ സംസാരിക്കരുത്. ഫറവോൻ പറഞ്ഞു, നീ സ്വപ്നവ്യാഖ്യാനിയാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. ജോസഫ് പറഞ്ഞു, ഞാനല്ല, യഹോവ തന്നെ ഫറവോന് നല്ലൊരു ഉത്തരം തരട്ടെ. അപ്പോൾ തന്നെ ഫറവോനൊരു സന്തോഷമായി. പിന്നെ വ്യാഖ്യാനത്തിനിടക്ക് പറഞ്ഞു, ഫറവോന് ദൈവം ഇത് 2 പ്രാവശ്യം വെളിപ്പെടുത്തിയത് കാര്യം ഉടനെ നടക്കാൻ പോകുന്നത് കൊണ്ടാണ്. ഫറവോനൊരു സന്തോഷമായി, കണ്ട ദൈവം എന്നോട് സംസാരിച്ചല്ലോ. അപ്പോൾ എല്ലാം വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ ഫറവോൻ പറഞ്ഞു, ഇത്രയും നല്ലൊരു പയ്യനെ വേറെ കിട്ടത്തില്ല. ഇതുപോലെ തന്നെ ദാനിയേലും, അവന്റെ സംസാരവും അവന്റെ ഭക്ഷണ രീതി എല്ലാം രാജാവിനങ്ങ് ഇഷ്ടപ്പെട്ടു. അവനെ കൊല്ലാൻ വന്നവരോട് വരെ അവൻ വിവേകത്തോടെ സംസാരിച്ചു, രാജാവിനോട് താഴ്മയോടെ സംസാരിച്ചു. സ്വപ്നം വ്യാഖ്യാനിച്ചതിന് ശേഷവും അവൻ താഴ്മയോടെ നിന്നു. അതുകൊണ്ട് എന്ത് പറ്റി? രാജാവിൻ്റെ കൂടെ കൊട്ടാരത്തിൽ തന്നെ അവൻ പാർത്തു. അതുകൊണ്ട് ഭക്ഷണ കാര്യത്തിലും സംസാര കാര്യത്തിലും പരിജ്ഞാനത്തോടെ ആയിരിക്കുക. അത് നിനക്ക് ഭാഗ്യം കൊണ്ടുവരും.